ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം എന്താണ്, അവരുടെ ഒരു എനർജീസാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ഒരു സ്ട്രെസ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുമാത്രമല്ല, ഇവർ വളരെ ഫേക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ എന്താണോ, ഇവരുടെ മനസ്സിനുള്ളിലുള്ള ഒരു തോന്നലുകളും അല്ലെങ്കിൽ ഇവരുടെ ഒരു സാഹചര്യം എന്താണോ അതൊന്നും ഇവർ ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. പുറത്ത് ചിലപ്പോൾ മറ്റൊരു ഇംപ്രഷനിലായിരിക്കും ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹത്തിന് മുൻപിൽ വളരെ കാപട്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനസ്സിനകത്ത് ഒരുപാട് ദുഃഖങ്ങൾ, ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഹാപ്പി ഫേസ് ആയിട്ട് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സമൂഹത്തിൻ്റെ മുന്നിൽ മാത്രമല്ല, അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണോ അല്ലെങ്കിൽ അവരിപ്പോൾ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണോ, ആരുടെ ഒപ്പമാണോ അവിടെ എല്ലാം ആ ഒരു തരത്തിലായിരിക്കാം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഒരു നമ്മളുടെ ക്യാരക്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് എന്താണോ ഇതൊന്നും പുറം ലോകം അറിയാതെ മനസ്സിനകത്ത് ഒതുക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയായിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിനോ ഒക്കെ വേണ്ടിയായിരിക്കും. സ്വന്തം മനസ്സെന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി തീരുമാനിക്കുന്നത് അവരുടെ ഒരു ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ മൈൻഡ് എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, സാഹചര്യം കൊണ്ടായിരിക്കും, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനി എൻ്റെ തീരുമാനം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം വേണം മുന്നിലേക്ക് നിർത്താൻ എന്നിവർ ചിന്തിക്കുന്നുണ്ട്. സ്വന്തം മനസാക്ഷി പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നമുക്കവരെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ നിലവിൽ അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആ ഒരു ലൈഫ് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർദ്ദേശം കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കാം. കാരണം അവരുടെ ഒരു പേഷ്യൻസ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു എനർജിയിൽ സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു എനർജിയിൽ പോയതുകൊണ്ട് ആകെ എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കാം അവരിപ്പോൾ അവരുടെ മനസാക്ഷി പറയുന്നത് എന്താണോ ആ ഒരു രീതിയിൽ പോയാൽ മതി, എന്ത് കോൺസിക്വൻസ് വന്നു കഴിഞ്ഞാലും സാരമില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ സൈലൻ്റായിട്ട് നിങ്ങൾക്ക് യാതൊരു ഉത്തരവും തരാതെ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു രീതിയിലായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡപ്പ് ആയ ഒരു രീതി അല്ലെങ്കിൽ എങ്ങനെയാണോ ഇത് നിന്ന് പോയത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർ നല്ല രീതിയിൽ തന്നെ വിഷമിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് ഓർത്തിട്ട് ഈ ഒരു പേഴ്സണിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിഷമം നമുക്കിവിടെ അനുഭവിക്കുന്നതായിട്ട് കാണാം. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ആ ഒരു പേഷ്യൻസ് എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു പ്രോബ്ലംസ് തുടങ്ങിയിട്ടും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ മാനസികമായിട്ട് അത്രയധികം ഒരു താല്പര്യമില്ലെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു ഇൻറ്റിമസിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു തോട്ട് ഇവർക്കുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ മുന്നിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ഉള്ള വ്യക്തികളുടെ മുന്നിലായാലും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചു പോരുന്നുണ്ടെങ്കിലും റിയൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ആ ഒരു പേഴ്സണ് സന്തോഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ പോസ്റ്റോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നിക്കാണാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഴ്സൺ വേദനിക്കുന്നത് അവർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഒരു റിയൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് കൂടുതലും റെസനേറ്റ് ആവുന്നത് ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡാമേജോ ഒക്കെ സംഭവിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും. റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു പിണക്കമോ ഉള്ള പേഴ്സൺസിന് ഇത് റെസനേറ്റ് ആവണമെന്നില്ല. കാരണം ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു പേഷ്യൻസ് ലെവലിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ ലൈഫിലെ ആ ഒരു റിയൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ ഒരു എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അതെല്ലാം നിങ്ങളോടൊപ്പം ആണ് അവർക്ക് കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തരത്തിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്താഗതി ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇന്നർ വോയിസ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്ത് പറയുന്നു, ഇനി സ്വന്തം തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. ഇനി മറ്റാരുടെങ്കിലും ഒരു വാക്ക് കേൾക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേട്ട് നിൽക്കാനോ അങ്ങനെയൊന്നും ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നില്ല. ആ ഒരു ഫൂളിൻ്റെ എനർജിയാണ്. അതായത് ഇനി മുൻപിൻ നോക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എത്രയും വേഗം എൻ്റെ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കും, അല്ലെങ്കിൽ ഞാൻ എന്താണ് വിചാരിക്കുന്നത് അതിലേക്ക് തന്നെ ഞാൻ പോകും എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ അവർ കുറേ നാൾ ചിലപ്പോൾ കാത്തിരുന്ന് മടുത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്രയും ഫെഡപ്പ് ആയതുകൊണ്ടായിരിക്കാം, എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഭാഷയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലോ അല്ലെങ്കിൽ അപ്പിയറൻസിലോ തൊഴിലിലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലോ ഏത് കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിലാവാം. ഒരാൾ ചിലപ്പോൾ കുറച്ച് മുകളിലും അല്ലെങ്കിൽ ഒരാൾ ആ ഒരു പേഴ്സണേക്കാൾ കുറച്ച് താഴെ എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് നോക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലീജിയസ് വാല്യൂസ് ഒക്കെ ചിലപ്പോൾ രണ്ടുപേരുടെയും രണ്ട് തരത്തിലായിരിക്കാം. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നവും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ പാരൻസ് ഒക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അവരുടെ ആ ഒരു ട്രഡീഷണൽ വാല്യൂസിനൊപ്പം പോകാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അനുവദിക്കാത്ത വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരുപാട് ഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷനും ഈ പേഴ്സൺ ഇപ്പം അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ കറൻ്റ് ഉള്ള സിറ്റുവേഷൻ എന്താണോ അത് അവർക്ക് ഒരു വലിയൊരു ബേർഡൻ അല്ലെങ്കിൽ ഒരു വലിയ ഭാരിച്ച ചുമതലയായിട്ട് തന്നെ അവർ കരുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുമതല അവർക്ക് തീർച്ചയായിട്ടും ഇറക്കി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് നടന്നു മടുത്തു എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ സ്വന്തം തീരുമാനമൊക്കെ എടുത്തു എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ധൈര്യപൂർവ്വം നിങ്ങളിലേക്ക് മുന്നോട്ട് വരാനല്ല ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. അവരറിയാതെ അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെ ഓപ്പൺലി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഗഡ്സ് കിട്ടിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ അവരറിയാതെ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇത്രയും നാളുകളായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പാച്ചപ്പ് ആവാതെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ തുടർന്ന് പോകുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ധൈര്യം കാണിക്കാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇവരത്രയും ഒരു ഗഡ്സ് ഉള്ള ഒരു പേഴ്സൺ ആവണം എന്നില്ല, വളരെ ഫ്ലക്ച്വേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് ഈസിലി മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ വീണ് പോകും. ഇപ്പോൾ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിഷമമോ കണ്ണീരോ ഒക്കെ കണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ധൈര്യപൂർവ്വം ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരറിയാതെ നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കമ്പാരിസൺ എനർജിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളെയും കൂടി ഇവർ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നേരത്തെ പറഞ്ഞു അവർക്ക് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു റിയൽ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണെന്നുള്ളത്.
അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയും വെച്ചും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അവർക്ക് അത്രയും ആ ഒരു നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 2 ഡെക്സിനകത്തും ആ ഒരു ഫൂൾ കാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ശക്തമായിട്ട് ഈ ഒരു പേഴ്സൺ ഇനി മുൻപിൻ നോക്കാതെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺസിക്വൻസസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനി ചിന്തിച്ച് തലപുണ്ണാക്കുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ഒരു മനോഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. കാരണം ഇവർ നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പൺലി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറബിൾ ആവാനായിട്ട് അവർക്ക് സാധിക്കാത്തതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരുപക്ഷെ ഇവർ തേർഡ് പാർട്ടി അറിയാതെ അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് രഹസ്യമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനും ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഉണ്ടാവാം. കാരണം ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു സെൽഫിഷായിട്ട് കാര്യം നോക്കി പോയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വരുമ്പോൾ എല്ലാവരും റിസീവ് ചെയ്യണമെന്നില്ല. ചിലവർ മാത്രമായിരിക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ചിലവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തവരുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ കാര്യം നോക്കി പോയത് കൊണ്ട് തന്നെ ഇനി എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന നിലപാടെടുക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അഷുറൻസ് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ അവർ വളരെ രഹസ്യമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കാനും സാധ്യത നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് നോക്കിയിട്ടുള്ളതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് ഒരു ഫേക്ക് എനർജിയിലും ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്തൊരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല അവരുടെ ആ ഒരു പേഷ്യൻസ് ലെവൽ അങ്ങേയറ്റമായി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം തീരുമാനത്തിലല്ലാതെ കാര്യങ്ങൾ നടന്ന് മറ്റാരുടെയെങ്കിലും ഒരു നിർദ്ദേശത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ അത്രയും ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഒരു ബേർഡനായിട്ട് മാറിയിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലേക്ക് ഒരു കോൺടാക്റ്റിന് ഉറപ്പായിട്ടും ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഇവരുടെ ഒരു ചിന്തയെ സ്വാധീനിച്ചതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വലി ഉള്ള നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, ആ ഒരു പവറായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൊണ്ട് ഇങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു തോന്നലിലേക്ക് എത്തിച്ചത്. കാരണം കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു ലെവലിലാണ് ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു എഫേർട്ടും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാം. കാരണം ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിലും അതിനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമുക്കൊരു ധൈര്യം വേണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ചിന്തകൾ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് നോക്കുന്നതെങ്കിൽ പോലും നേരത്തെ മുതൽ ഇതുപോലെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. പക്ഷെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ പേടിച്ച് ആക്ഷനൊന്നും എടുക്കാതെ വെറുതെ റെസ്റ്റിംഗ് എനർജിയിൽ മുന്നോട്ട് പോയതായിരിക്കാം. അപ്പോൾ ഈ ഒരു തരത്തിൽ അവരിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ചാടിക്കയറി നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് വരണം എന്നുള്ള അത്രയും ആ ഒരു ഇൻട്രസ്റ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് അവരെത്താൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആയതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും വലിയൊരു കണ്ണീരോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. അതെല്ലാം ചിലപ്പോൾ ആ ഒരു ഡിവൈൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങളുമായിട്ട് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൈസസ് സോഡിയക് സൈൻ, സ്കോർപിയോ സോഡിയക് സൈൻ, കൊല്ലം ഡിസ്ട്രിക്റ്റ്, നമ്പർ 15, നമ്പർ 8, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, letter S, January month, number 31, letter U, Pathanamthitta, letter H, December month, letter D, Palakkad, രേവതി നക്ഷത്രം, letter A, കോഴിക്കോട്,
നമ്പർ 28 ആൻഡ് ഫൈനലി മാർച്ച് മന്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീകൺസിലിയേഷൻ ആഗ്രഹിച്ച് ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.